പത്തനംതിട്ട ഓമല്ലൂരിലെ വൃദ്ധസദനത്തിൽ കുട്ടിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. 17-കാരന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വൃദ്ധസദനത്തിലെ മാനേജർ റെജി, ജീവനക്കാരൻ സിജോ, ബെന്നി എന്നിവർക്കെതിരെ കട്ടപ്പന പോലീസാണ് കേസെടുത്തത്. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിക്ക് മർദ്ദനമേറ്റതായും കുട്ടിയെ ബാലവേല ചെയ്യിപ്പിച്ചതായും കണ്ടെത്തി. കോട്ടയം സ്വദേശിയായ മറ്റൊരു 17-കാരനെയും സ്ഥാപനത്തിൽ നിന്നും കണ്ടെത്തി. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീരാജ്, ഈ ഇത്തരത്തിലെ ഒരു ചാരിറ്റി ഫൗണ്ടേഷന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള ക്രൂരപീഡനവും അതും ഇതും ഒക്കെ നടക്കുന്നത്. ഇതിൽ എങ്ങനെയാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? സ്വാതി, അതായത് കഴിഞ്ഞ 4 മാസം മുൻപാണ് ഈ കട്ടപ്പന സ്വദേശിയായ 17-കാരൻ ഓമല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് എത്തുന്നത്. തുടർന്ന് ഇവിടെ ഇത്രയും നാൾ അവിടെ ജോലി ചെയ്തു വരികയായിരുന്നു. ഇവർ പഠിപ്പിക്കാം, വിദ്യാഭ്യാസം നൽകാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കട്ടപ്പനയിൽ നിന്നും ഈ കുട്ടിയെ ഇവിടേക്ക് എത്തിച്ചത്. വൃദ്ധസദനമാണിത്. അവിടെ ഈ കുട്ടി ഉൾപ്പെടെ 17 വയസ്സുകാരനായ കട്ടപ്പന സ്വദേശി ഉൾപ്പെടെ 4 പേരാണ് അവിടെ ചെറുപ്പക്കാരായിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഈ 17-കാരനെ കഴിഞ്ഞ 11-ാം തീയതി അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മോഷണക്കുറ്റം ആരോപിച്ചായിരുന്നു മർദ്ദനമുണ്ടായത്. മാനേജരും അവിടുത്തെ ജീവനക്കാരും ചേർന്നായിരുന്നു കുളിക്കാൻ കയറിയ സമയം ഈ കുട്ടിയെ പൂർണ്ണ നഗ്നനാക്കി ശരീരമസകലം മർദ്ദിക്കുകയും വായിൽ തുണി തിരുകി എന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തത്. ശേഷം ഈ കുട്ടി ഇത് വീട്ടുകാരെ അറിയിക്കുകയും പിന്നീട് വീട്ടുകാർ അവിടേക്ക് എത്തി ഈ സ്ഥാപനത്തിലേക്ക്, പത്തനംതിട്ട ഓമല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് എത്തി ഈ കുട്ടിയെ തിരികെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ഈ കുടുംബവും കുട്ടിയും ഉൾപ്പെടെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്ത് പറയുന്നത്. തുടർന്ന് കട്ടപ്പന പോലീസ് കേസെടുക്കുകയും ചെയ്തു. എന്തായാലും നിലവിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ ഈ കുട്ടിയെ കൊണ്ട് ബാലവേല ചെയ്യിപ്പിക്കുകയോ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ശാരീരിക ഉപദ്രവം, ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക, അന്യായമായി തടഞ്ഞു വെക്കുക, ബാലവേല, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നിവ പ്രകാരമാണ് ഈ സ്ഥാപനത്തിൻ്റെ മാനേജരും അതുപോലെ ജീവനക്കാരുമായിട്ട് അടക്കമുള്ള ആളുകളെ നിലവിൽ പ്രതി ചേർത്തിരിക്കുന്നത്. കട്ടപ്പന പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിലും അത് പത്തനംതിട്ടയിലേക്ക് കൈമാറുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരാക്കിയിരുന്നു. കുട്ടിയുടെ വിശദമായ മൊഴിയെടുത്തു. കുട്ടിയും സമാനമായ തരത്തിൽ ക്രൂരമായ പീഡനം ഇവരുടെ ഭാഗത്തു നിന്നും ഏറ്റിട്ടുണ്ട് എന്നാണ് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഈ കുട്ടിയെ വിദ്യാഭ്യാസം നൽകാം, പഠിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവിടേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ആ കാലം മുതൽ തന്നെ വിവിധ ജോലികൾ, വൃദ്ധസദനവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ജോലികൾ, അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികളെ കുളിപ്പിക്കുന്നതടക്കമുള്ള ജോലികൾ ഈ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത 17 വയസ്സുകാരനായ കുട്ടിയാണ് നിലവിൽ പരാതിക്കാരൻ. എന്തായാലും ഒരു നടപടി ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. സ്വാതി.